ദിവസങ്ങളിലും ഞങ്ങൾ രണ്ടാളുടെയും ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ നിങ്ങൾ കാണാറുള്ളൂ. ഇന്ന് നമുക്കൊരു ലഞ്ച് കണ്ടാലോ? അന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യണ്ട, മൊത്തം കൂടി അങ്ങോട്ട് ഇട്ട് വിസിലടുപ്പിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയായിട്ടോ ചെയ്തത്. അത് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇനി ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ കറി ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ഇത് എനിക്ക് നെയ്ബർ കൊണ്ടു തന്നതാണ്. ആളുടെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും മുട്ട പൊരിച്ചാലും ആളെനിക്ക് കൊണ്ടുതരും. എൻ്റെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഞാൻ ആൾക്കും കൊടുക്കും കേട്ടോ. ഇപ്പോൾ ആളെനിക്ക് കൊണ്ടു തന്നേക്കുന്നത് രാജ്മ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പയർ വെച്ചിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ആദ്യം കൊണ്ടുതന്ന ഐറ്റം നമുക്ക് അത്ര പിടിച്ചില്ലെങ്കിലും ഇത് ഇങ്ങനെ മസാലാസ് ഇട്ട് വെക്കുന്നത് അവർ നല്ല യമ്മിയാട്ടോ. ഇതിനിടയ്ക്ക് ആളെനിക്ക് ചിക്കൻ കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, മീൻമുട്ട പൊരിച്ചത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ കൊണ്ടുതരും, എല്ലാ ദിവസവും തരും കേട്ടോ. അപ്പോൾ അവർ മണിപ്പൂരീസ് ആയതുകൊണ്ട് അവരുടെ ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫുഡ് അവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒരു ഷെയറിങ് എപ്പോഴും നല്ലതാണെന്ന് എനിക്കും തോന്നി. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് ഈവനിങ് കൊണ്ട് തന്നതായിരുന്നു. അന്ന് കഴിച്ചപ്പോൾ സ്പൈസി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ സ്പൈസി കുറച്ചിട്ടിട്ട് തന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. പറഞ്ഞ പോലെ സ്പൈസി ഒക്കെ കുറവായിരുന്നു. പിന്നെ മസാലാസ് ഇട്ടിട്ടുള്ള ഫുഡാണ് നമുക്ക് അവരുടെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അത് കാരണം അത് ഞാൻ സച്ചുവിന് കൊടുത്തു. സച്ചുവിന് ഒരു 8-9 വർഷമായിട്ട് ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ കഴിച്ച് ശീലമുള്ളത് കൊണ്ട് ആളുടെ ടേസ്റ്റ് ബഡ്സിന് അത് ഓക്കെയാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ചിക്കൻ കറിയും കൂട്ടി ലഞ്ച് കഴിക്കട്ടെ കേട്ടോ.